കട, വെള്ളിക്കട, മൊബൈൽ കട, മറ്റേ പച്ചക്കറി കട. ഞാൻ ആദ്യമായിട്ട് ഒരു ചണ്ടക്കടയിൽ എത്തുന്നു. അതും 100-500 ചണ്ടകൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ ചണ്ടക്കടയുടെ ഉടമസ്ഥനായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താ സംഭവം നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് എന്തിനാട്ടത് ചണ്ടകൾ വിൽക്കാൻ വെച്ചേക്കണോ? ഇതെല്ലാം ഈ ഫ്ലോറിലുള്ളതെല്ലാം സെയിൽ സെക്ഷനാണ്. സെയിൽ സെക്ഷനാണ്. അതായത് ഇപ്പൊ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ ചണ്ടയും കൊണ്ടുപോകാം. ഇവിടെ തന്നെ ഉണ്ടാക്കണതാ? നമ്മൾ പാർട്സ് ആയിട്ട് കളക്ട് ചെയ്യും, അസംബിൾ ചെയ്യും. പാർട്സ് വാങ്ങിച്ച് അസംബിൾ ചെയ്യാണ്. പലതരം ചണ്ടകളുണ്ടല്ലോ. ഇപ്പൊ മറ്റേ വലിയ ചണ്ടകളുണ്ട്, ചെറിയ ചണ്ടകളുണ്ട്. അതായത് ഈ സെക്ഷനൊക്കെ ഇപ്പൊ ശിങ്കാരി മേളക്കാരുടെ ആവശ്യമാണ്. ഇതൊക്കെ ശിങ്കാരി മേളത്തിന്റെ ചണ്ടകളാണല്ലേ? അതെ. ഓ. ശിങ്കാരി മേളത്തിനും മറ്റേ പഞ്ചവാദ്യം അതിനൊക്കെ ഡിഫറെന്റ്. പഞ്ചാരി മേളത്തിനും പാണ്ടിക്കൊക്കെ വേറെ ചണ്ടകളാണല്ലേ? ഓക്കെ. അപ്പൊ ഇത് ശിങ്കാരി മേളത്തിനുള്ള ചണ്ട വേണമെന്ന് പറഞ്ഞാൽ ശിങ്കാരി മേളത്തിനുള്ളത് എടുക്കാം. എല്ലാ ടൈപ്പിലുള്ള, അതായത് ശിങ്കാരി മേളം, ചെണ്ടമേളം, തായമ്പക, ഏത് തരത്തിലുള്ളതാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റി പല വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മരത്തിലാണ് ചെയ്യുന്നത്. ചണ്ടയിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അത് ഏത് തരത്തിലുള്ളതാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള നമ്മൾ ഇവിടെ അവർക്ക് ചെയ്തു സെയിൽ ചെയ്യും. ഇപ്പൊ ചണ്ടകള് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലോ? കംപ്ലൈന്റ് കഴിഞ്ഞാൽ സർവീസ് ഉണ്ട്. ഇവിടെ സർവീസും ഉണ്ട്. ഇവിടെ ചണ്ട വാങ്ങിച്ച പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പോയിട്ട് പാർട്സ് നമുക്ക് കിട്ടും. ഇപ്പൊ ഒരു ചെണ്ട വാങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടായി, അതിന്റെ വട്ടം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വട്ടം മാറ്റി കൊടുക്കില്ല. വട്ടത്തിന്റെ പേയ്മെന്റും സർവീസ് ചാർജ് മാത്രം.